വെണ്മയുടെ അനുഭവം തരണമേ, വിശുദ്ധിയുടെ അനുഭവം തരണമേ. ആകയാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. 3-ാം നൂറ്റാണ്ടിൽ കപ്പദോക്യയുടെ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ, പട്ടാളക്കാരനായിരുന്നു. നമുക്കറിയാം, ഗീവർഗീസ് സഹദായുടെ ചിത്രം വരയ്ക്കുമ്പോൾ 4 വ്യക്തികളെ അല്ലെ 4 ജീവികളെയാണ് വരയ്ക്കുന്നത്. 1 ഗീവർഗീസ്, 2 അതിൻ്റെ പിറകിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു കന്യക, 3-ാമത് ഒരു കുതിരയും, 4-ാമത് ഒരു പാമ്പും. 4 ജീവികളെയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ പിറകിൽ നിൽക്കുന്ന സ്ത്രീ? എല്ലാവർക്കും അറിയാം. ഗീവർഗീസ് സഹദാ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ പ്രതിനിധിയാണ്, ഒരു ദേശത്തെ അനുഗ്രഹിച്ചതിൻ്റെ പ്രതിനിധിയാണ്. ആ രാജാവിൻ്റെ മകളാണ് അവിടെ നിൽക്കുന്നത്. അന്ന് സർപ്പത്തിന് ഇരയായി തീരുവാൻ വിധിക്കപ്പെട്ടവളാണ്. വളരെ ഭാരത്തോടും പ്രയാസത്തോടും പ്രതിസന്ധിയോടുകൂടെ കണ്ണുനീരോടുകൂടി അവൾ നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗീവർഗീസ് കുതിരപ്പുറത്ത് അതുവഴി കടന്നു വരുന്നത്. കുഞ്ഞെ, നീ എന്തിനാ കരയുന്നേ? കരയുന്നത് ഇതിനു വേണ്ടിയാണ്, ഇന്ന് ഞാൻ സർപ്പത്തിന്റെ ഇരയായി തീരണം. അവരുടെ ദുഃഖത്തെ, അവരുടെ പ്രയാസത്തെ, അവരുടെ പ്രതിസന്ധിയെ ഭരണം ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ച വ്യക്തിയാണ് പരിശുദ്ധനായ ഗീവർഗീസ്. ഇന്നും ആ പരിശുദ്ധൻ അനേകരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ച് നമുക്ക് അനുഗ്രഹങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ഭാരങ്ങളെ ഒക്കെ മാറ്റി തരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ പറയാറുണ്ട്, ഗീവർഗീസ് സഹദാ ഞങ്ങളെ രക്ഷിക്കണമേ. അരുത്, അങ്ങനെ പറയുവാനായി സഭ പഠിപ്പിക്കുന്നില്ല. ഗീവർഗീസ് സഹദായും പരുമല തിരുമേനിയും ഒരു വിശുദ്ധനും നമ്മളെ രക്ഷിക്കുന്നില്ല. നമ്മളെ രക്ഷിക്കുന്നത് കർത്താവ് മാത്രമാണ്. നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ കർത്താവ് മാത്രമാണ്. എന്താ ഈ വിശുദ്ധൻ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പക്ഷപാതം ചെയ്യും, നമുക്ക് വേണ്ടി അവൻ നിലവിളിക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? കാരണം അദ്ദേഹം വസിക്കുന്നത് ദൈവത്തോടുകൂടിയാണ്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹം നിർലോഭം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ ഏറ്റുവാങ്ങി ഭൂമിക്ക് തരുന്നത്, ആയതുപോലെ വലിയവനായ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹത്തെ വാങ്ങിച്ച് തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന മക്കൾക്ക് അവൻ നൽകിക്കൊണ്ടിരിക്കും. 55-ാം സങ്കീർത്തനം വായിച്ചാൽ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ദാവീദിന്റെ ചിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 55-ാം സങ്കീർത്തനം തുടങ്ങുന്ന ഇങ്ങനെയാണ്: കർത്താവെ രക്ഷിക്കണമേ, ഞാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു, എന്നെ സഹായിക്കണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല കർത്താവേ. ദാവീദ് നിലവിളിച്ചുകൊണ്ടാണ് സങ്കീർത്തനം എഴുതി തുടങ്ങുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കുള്ള 3 മാർഗങ്ങൾ, അതിനെ അതിജീവിക്കുവാനുള്ള 3 മാർഗങ്ങൾ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: കർത്താവേ, പ്രാവിനെ പോലെ 2 ചിറക് എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് പറന്നുപോയി രക്ഷപ്പെടാമായിരുന്നു. ദാവീദ് ഒന്നാമത് ആഗ്രഹിക്കുന്നത് എസ്കേപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഓടി ഒളിക്കാനുള്ള ദാവീദിന്റെ ചിത്രമാണ് 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പക്ഷെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. ദാവീദ് ഇങ്ങനെ പറയുന്നു: കർത്താവെ, സംഹരിച്ച് എൻ്റെ ശത്രുവിനെ സംഹരിച്ച് അവൻ്റെ നാവുകൾ പിഴുതെടുക്കണമേ. എനിക്ക് തോന്നുന്നു ദാവീദിന്റെ ശത്രു അവൻ്റെ നാവ് കൊണ്ടായിരിക്കാം ദാവീദിനോട് പൊരുതിയത്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ശത്രുവിനെ നശിപ്പിക്കണമേ. ഞാനും നിങ്ങളും ഇങ്ങനെ ആഗ്രഹിക്കാറില്ലേ? ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നവരല്ലേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാറില്ലേ? എന്നാൽ ദാവീദ് 3-ാമതൊരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. 22-ാം വാക്യം പറയുകയാണ്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അതാണ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം. നിന്റെ ജീവിതത്തിന്റെ ഭാരവും പ്രയാസവും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ ഭുജങ്ങളിൽ മേൽ വെച്ചു കൊടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ വാക്കുകൾ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യ
പ്രവാചകന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്. ഏത് പ്രവാചകനാണ്? എലീശ പ്രവാചകൻ. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യ ചെന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പൊ കടക്കാർ വന്ന് എൻ്റെ 2 ആൺമക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു. എന്താ അവിടെ പ്രശ്നം? കടം കയറിയ കുടുംബമാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കുടുംബമാണ്, മുമ്പോട്ട് പോകാൻ ഒരു മാർഗമില്ലാത്ത കുടുംബമാണ്. കണ്ണുനീരോടുകൂടി അവൾ പ്രവാചകന്റെ അടുക്ക വന്ന് പറയുകയാണ്, പ്രവാചക, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ നിന്റെ ദാസനായിരുന്നു എന്ന് നിനക്കറിവുള്ളതാണ്. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ 2 ആൺമക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. പ്രവാചകന്റെ അടുക്കൽ, ഒരു വിശുദ്ധന്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രതിനിധിയാണ് ഈ സ്ത്രീ. പ്രവാചകൻ അവളോട് പറയുന്നത് ശ്രദ്ധിക്കുക. 1, കുഞ്ഞെ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിക്കുക, നിലവിളിക്കുന്ന സ്ത്രീയോട് ചോദിക്കുക. സങ്കടത്തോടെ ഈ വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവനോട് ഈ വിശുദ്ധൻ ചോദിക്കുക തിരിച്ച, കുഞ്ഞെ, നിന്റെ വീടിന്റെ അനുഭവം എന്താ? വാട്ട് ഹാവ് ഇൻ യുവർ ഹൗസ്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ വീട്ടിൽ നോമ്പുണ്ടോ? നിന്റെ വീട്ടിൽ സന്ധിക്ക് ദൈവത്തെ വിളിക്കുന്ന അനുഭവമുണ്ടോ? കണ്ണുനീരിന്റെ അനുഭവമുണ്ടോ? ദാവീദ് പറയുക, നീതിമാന്റെ കൂടാരത്തിൽ എന്തുണ്ടെന്ന് ദാവീദ് പറയുന്നു. പഴമ വായിക്കുമ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള ബദ്ധപ്പാടില്ല. പഴമ വായിക്കുന്ന ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ ദാവീദ് പറഞ്ഞ ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതിമാന്റെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിൽ നിന്ന് കേൾക്കേണ്ട ശബ്ദം ഇത് രണ്ടുമാണ്. എന്ത്? ദൈവനാമ മഹത്വം, പിന്നെ അവൻ തന്ന രക്ഷ. നീതിമാന്റെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പ്രവാചക, അടിയന്റെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു ഭരണി എണ്ണയാണ്, മറ്റൊന്നുമില്ല. കടക്കാർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു. എനിക്ക് ആകെ 2 ആൺമക്കളാ, അവരെ 2 പേരെയും കൊണ്ടുപോകാനായി വന്നിരിക്കുന്നു, ജപ്തി ചെയ്യാനായി വന്നിരിക്കുന്നു. എൻ്റെ വീട്ടിലാകെ ഉള്ളത്, എൻ്റെ മനസ്സറിഞ്ഞ് ആകെയുള്ളത് ഒരു ഭരണി എണ്ണയുണ്ട്. പ്രവാചകൻ അവളോട് പറയുകയാണ്, നീ അയൽപക്കത്തെ വീട്ടിൽ പോയി വെറും പാത്രങ്ങൾ വാങ്ങിക്കണം. നിന്നെ അനുഗ്രഹിക്കാൻ പോവുക, ഈ കുടുംബത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോവുക. കണ്ണുനീരോടുകൂടി പ്രവാചകന്റെ അടുക്ക വന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുക. പ്രവാചകൻ അവളോട് പറയുക, നീ അയൽപക്കത്തെ വീട്ടിൽ പോയി വെറും പാത്രങ്ങൾ വാങ്ങണം. പ്രിയമുള്ളവരെ, വലിയൊരു മർമ്മമാണ്, ആത്മീകമായ വലിയൊരു മർമ്മം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ലഭിക്കണമെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ നീ ഒഴിഞ്ഞ പാത്രമായി നിന്നു കൊടുക്കണം. നിറഞ്ഞ പാത്രമായി തമ്പുരാന്റെ സന്നിധിയിൽ വന്നിട്ട് കാര്യമില്ല. നീ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒഴിഞ്ഞവനാണ്, ശൂന്യമുള്ള ഒരു അനുഭവമാണ് നീ ചിന്തിക്കേണ്ടത്. എംപ്റ്റി വെസൽ, ഒഴിഞ്ഞ പാത്രം. ദൈവത്തിന്റെ അനുഗ്രഹം നിന്നിലേക്ക് സമൃദ്ധിയായി ഒഴുകാനായിട്ട് പോവുക. അവൾ ഒഴിഞ്ഞ പാത്രം കൊണ്ടുവന്നു. എന്താണ് ഈ ഒഴിഞ്ഞ പാത്രം സൂചിപ്പിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും ദ്വന്ദ്വപക്ഷവും അസൂയയും കുശുമ്പും കുന്നായ്മയും സ്നേഹമില്ലായ്മയും വൈരാഗ്യത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇതൊക്കെ നീ ഒന്ന് മാറ്റിവെച്ചിട്ട് വേണം ഒഴിഞ്ഞ പാത്രമായി തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് നിലവിളിക്കാമെങ്കിൽ അവൻ സമൃദ്ധിയായി നിന്നെ അനുഗ്രഹിക്കും. അതെ, അവൾ ഒഴിഞ്ഞ പാത്രം ധാരാളമായി കൊണ്ടുവന്നു. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, നീയും നിന്റെ മക്കളും മുറിക്കകത്ത് കയറി ഈ പാത്രങ്ങളോടുകൂടി മുറിക്കകത്ത് കയറി, മൂന്നാമത് പറയുക, വാതിൽ അടയ്ക്കണം. നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? 2, നീ ഒഴിഞ്ഞ പാത്രങ്ങൾ കളക്ട് ചെയ്യണം. 3, ഈ പാത്രങ്ങളുമായി മുറിക്കകത്ത് കയറിയിട്ട് വാതിൽ അടയ്ക്കണം. നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:6 പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് എന്തോ അടയ്ക്കണം? വാതിലടയ്ക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിന്റെ പിതാവിനെ കാണാനായിട്ട് പോവുക. ഈ പിതാവ് നിന്നോട് സംസാരിക്കാൻ പോവുക. നിന്റെ ആകുലങ്ങളെല്ലാം നീ പിതാവിനോടൊന്ന് പറയാൻ പോവുക. ഇവിടെ ഒരു രഹസ്യത്തിന്റെ തലമുണ്ട് പ്രിയമുള്ളവരെ. പരസ്യമല്ല, രഹസ്യമായ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, മുറിക്കകത്ത് കയറി വാതിൽ അടയ്ക്കണം. അവൾ മുറിക്കകത്ത് കയറി വാതിലടച്ചു. അവളോട് പറയുകയാണ്,
നിന്റെ കയ്യിൽ ഒരു ഭരണി നിറച്ച എണ്ണയുണ്ടല്ലോ, ഈ ഭരണിയുടെ മുമ്പിലേക്ക് ഒഴിഞ്ഞ പാത്രങ്ങൾ വെച്ച് അതിലേക്ക് പകർന്നുകൊള്ളുക. അവൾ മക്കളും മുറിക്കകത്ത് കയറി വാതിലടച്ചു. നിറഞ്ഞ ഒരു ഭരണിയുണ്ട്, അതിൻ്റെ മുമ്പിലേക്ക് ഈ എംറ്റി വെസൽസ്, ഒഴിഞ്ഞ പാത്രങ്ങൾ ഓരോന്നോരോന്നായി വെച്ചു കൊടുത്തു. അവൾ എണ്ണ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അവർ കൊണ്ടുവന്ന പാത്രങ്ങൾ എത്രയുണ്ടോ അത് മുഴുവനും നിറഞ്ഞു. അമ്മ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ, പാത്രം ഇനിയും ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ പാത്രം? ഇല്ല. അവർ പറയുകയാണ്, അമ്മേ, കൊണ്ടുവന്ന പാത്രങ്ങൾ മുഴുവനും തീർന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങൾ മുഴുവനും തീർന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഭരണിയിലെ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുമായി പ്രവാചകന്റെ അടുക്ക ചെന്നൊരു കുടുംബത്തെ എപ്രകാരം പ്രവാചകൻ അനുഗ്രഹിച്ചു എന്ന് ചിന്തിക്കുക. പരിശുദ്ധനായ ഗീവര് സഹദായുടെ മധ്യസ്ഥതയിൽ കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഇതുപോലെയാണ്. അവൻ നമ്മോട് ചോദിക്കുകയാണ്, വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ വന്നിരിക്കുന്ന ഭക്തജനത്തോട് ചോദിക്കുകയാണ്, നിന്റെ വീടിന്റെ അവസ്ഥ എന്താണ്? അവിടെ ചില കേടുപാടുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നീ എംറ്റി വെസലായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്നു കൊടുക്കുമോ? നീ വാതിലടച്ച് അവനോടൊന്ന് സംസർഗം ചെയ്യുമെങ്കിൽ അവൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സമൃദ്ധിയായി വിശുദ്ധനായ ഗീവര് സഹദായുടെ മധ്യസ്ഥതയാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഇടവക ഭരണസമിതിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വാർത്ഥം നേടിയ നിന്നാചാര്യന്മാരും മഹിമയ നിർണയവാന്മാരും നിന്ന അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസന്താവേ നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും പാർക്കുമോ. മിനവോലം മാതാമോലം ശുചിയോട് സ്പർശിച്ചുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ വാനവരത്തു വസിക്കണം. സ്തോമൻ കാലസ്കുറിയിലായി സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചെല്ലും നീറെ മാർദിവാകാലെ പാർക്കുമോ. ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേണമേ. മൊറിയോറാഹി മേലൈനോ വാദാരേ മശിഹാകൂദാശകളർപ്പിച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ, ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പറിക്കുമോ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൽ
ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻകാലസ്കുറിയേലായുസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിളിയേറും രക്തകാസം പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും നവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നോ. നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു. മരമാതിനുയരേ കർത്താവേ, കല്ലിനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോറും കൈക്കൊണ്ടിടേണം. ബാറക്കുമോർ. എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എൻ്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. രക്ഷകനുര ചെയ്താൻ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. ഗാത്രം ഭക്ഷണമാം രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ.
താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. തവ മെയ്രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാൽ ഉയിരേകിയ നാഥ വന്ദിക്കുന്നടിയാ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. നീടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാൻ രക്ഷകനെ
അട്ടഹസിച്ചു പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി വരുവാണ്ടിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകണമോ പ്രസന്നതയ്ക്കുമായി വിലയേറി നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷ നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ, നൽകുന്നവരുടെ മേൽ, അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേലുണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകണമേ. ഉണ്ടാകട്ടെ നല്ലോർമ്മ നീതിശ്ലീഹന്മാർ സഹദേന്മാർ എല്ലാ പുണ്യമെഴുന്നോർക്കും തൽ പ്രാർത്ഥന തുണയാകട്ടെ. ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിക്കാൻ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിശുരക്തവും ഞങ്ങൾ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പ് നീ തന്നെ. ദൈവമേ, നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രവും കരറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ
ആമീൻ ബാറേക്കുമോ. മേടം 4:20 തന്നിൽ മാർഗി വരുകേ മശിഹായെ പ്രതി വീറോടു പീഡ മകുടം ചൂടി സഹദായങ്ങളുടെ ദുഷ്കാലമേതിൽ പ്രാർത്ഥിക്കണമേ. ദുരിതം താതാ ദുരിതം ഭൂരിതം ആയിടണമേ. ആമീൻ. മാനവ പാപം പരിഹൃതമാവാൽ വധമേറ്റോന യേശുവിനെ പ്രതി നിർദ്ധയദണ്ഡനം ഏറ്റൊരു സഹദാ. മേടത്തിൽ നിൽ സ്മൃതി ചെയ്വോരെ ഓർത്തിടണമേ. നിന്യാജനയാൽ ചരണമിവരിൽ ശമവും സുഖവും. നീസാൻ മുന്നോടി രൂപത്തിൽ സൗഭാഗ്യനിധി ശ്രേഷ്ഠന്മാർഗീ വരുകീസിൻ പെരുന്നാൾ ഘോഷിപ്പിൻ. പോരാടിയിട്ടെന്നാൽ മകുടം സമ്പാദിച്ച മുടിതാൻ നേടിയ ദിനമോർത്തിയിടുന്നോ എല്ലാവർക്കും രൂക്ഷതയിൽ ഖണ്ഡുകൾ ഒഴിവാനും ആർത്തന്മാരുണ്ടാകായ്വാനും നാദസമക്ഷയപേക്ഷയവൻ ചെയ്തിട്ടുണ്ടല്ലോ. ഹായ് ഹാബിബായ് വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും വഴിയാഹാരങ്ങൾ കൂടി പരിശുദ്ധവും മഹനീയമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനപൂർവ്വം പോവിൻ. ദൂരസ്ഥന്മാരുടെ കൂടെ സമീപസ്ഥരും മരിച്ചുപോയുടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസയുടെ രശ്മിയാൽ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കും ദാസന്റെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനം ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന സഹായം കരുണയും കണ്ടെത്തുമാറാട്ടെ. നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനപൂർവ്വം പോവുകയും എന്നേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള